ലാസ്റ്റ് പെർഫോമൻസ് എന്താണ് എല്ലാം ഒന്ന് ഗസ്റ്റ് ചെയ്യാമോ? പിന്നല്ല, എല്ലാ വർഷത്തിന്റെയും പ്രോഗ്രാം സ്കെഡ്യൂൾ വെച്ചിട്ട് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ അടിപൊളി സ്കിറ്റ് ആവാനാണല്ലോ വഴി. സോ ട്രൂ. എല്ലാ വർഷം നമുക്കൊരു അതിമനോഹരമായ സ്കിറ്റ് നമ്മുടെ ടീം ഉണ്ടാക്കും. ഐ സ്റ്റിൽ റിമെമ്പർ ലാസ്റ്റ് ഇയേഴ്സ് awesome skit called Windermere Boys. It was hilarious. We all laughed so hard. This skit is something that we always look forward to. Let us see what they have in store for us this year. സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുക. സഹൃദയരെ, എടോ ആ ഫിൽട്ടർ നോട്ടേ, ആ ശബ്ദം ഒന്ന് പെരുവിക്ക്. സഹൃദയരെ, കലാസ്നേഹികളെ, ടിക്കറ്റ് എടുത്ത് പറ്റിക്കപ്പെട്ടവരെ, രോമാഞ്ചം തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ തട്ടിക്കൂട്ട് നാടകം ഓണം സ്കിറ്റ് 2025 അഥവാ തുടരും. അഭിനേതാക്കൾ അനൂപ്, അനൂപ് ജോൺ, അർജുൻ, മനു, വിനീത്, ജോമൻ, ബ്രിജേഷ്. നർത്തനം മയൂക, ഇഷ പാർവതി, ലാവണ്യ, എലൈൻ, അനയ്യ. തിരക്കഥാ സംവിധാനം കുത്തുവാക്ക് അനൂപ് അശോകൻ. അയ്യേ, ഹലോ, ഹായ് വാവേ. കുട്ടാ, മച്ചിലുണ്ട് കൊട്ടത്തേങ്ങ, മരത്തിലുണ്ട് കുഞ്ഞിമൂങ്ങ, നീയാണ് എന്റെ കന്നിമാങ്ങ. കുട്ടാ, ഷർട്ടിലുണ്ട് ബട്ടൺ, കടയിലുണ്ട് മട്ടൺ, നീയാണ് എന്റെ കുട്ടൻ. വാവേ, ഇതുപോലൊരു പിക്കപ്പ് ലൈൻ നിനക്ക് ഞാൻ മെസ്സേജ് ചെയ്തപ്പോ നിന്റെ അച്ഛനാ മാറിപ്പോയത്. അച്ഛൻ ഇങ്ങോട്ടൊരു മെസ്സേജ്, കണ്ണിന് താഴെ മൂക്ക്, ബ്ലൗസിലുണ്ട് ഹുക്ക്, നിന്റെ കാര്യം പോക്ക്. ചായക്ക് കുറ്റി നിൽക്കല്ലേ? ഹലോ, ഇരിക്കണോ? ഇരിയടാ, നന്നായിട്ടൊക്കെ ഉറങ്ങിയോ നീ? നീ എന്താണ് നമ്മുടെ ഒന്ന് ഫോൺ എടുക്കാതെ? ഞാൻ കേട്ടില്ലായിരുന്നു. കേൾക്കാത്തതോ അതോ കേട്ടില്ല എന്ന് നടിക്കാൻ തീരുമാനിച്ചോ? അയ്യോ, സത്യമായിട്ടും സാർ. പിന്നെ ഞാൻ സാറിനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഗിഫ്റ്റോ? ഹാപ്പി ബർത്ത്ഡേ ജോർജ് സാറേ. ചേടി, നീ ഇതെങ്ങനെ ഒപ്പിച്ച്? എല്ലാം ദൈവത്തിന്റെ കൃപ. നമുക്കൊന്ന് പൊളിക്കണം. പൊട്ടിച്ചാലോ? സാറേ, നമ്മുടെ കുക്കില്ലേ പോഞ്ഞിക്കര, അവനോട് എല്ലാം കപ്പ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാ വാ പക്കം വാ. മിടുക്കൻ. വാവേ. ആരാണോ തന്റെ വാവ? ഇത് ഐജിയാണ്. തന്റെ സാറെന്തിയെ? സാറേ, ഐജി ഐജി. എടാ അജി പോലീസേ, കഴിവേറി എവിടാടാ? ഡോ ഐജിയാടോ. സർ. പിന്നെ ജോർജ്, ശ്രദ്ധിച്ചു കേട്ടോണോ? ഒരു പറ്റം യൂസ്ലെസ് മലയാളികൾ ഗുണ കേവ്സ് കാണാൻ പോയിട്ട് അവിടുന്ന് ഒരു അസ്ഥികൂടം മണ്ണ് മാന്തി എടുത്തിരിക്കുന്നു. ഒരു മലയാളിയുടെ എന്ന് സംശയിക്കുന്ന ആ സ്കെലിറ്റന്റെ കസ്റ്റഡി തമിഴ്നാട് പോലീസ് നമ്മുടെ സ്റ്റേഷനിലേക്കാണ് കൈമാറുന്നത്. ഈ ഇൻവെസ്റ്റിഗേഷൻ അട്ടിമറിക്കാൻ അന്താരാഷ്ട്ര തീവ്രവാദികൾ വരെ ശ്രമിക്കും. യു ഹാവ് ടു ബി വെരി കെയർഫുൾ. യാതൊരു കാരണവശാലും അവരെ തെളിവ് നശിപ്പിക്കാൻ സമ്മതിക്കരുത്. ഓക്കെ, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. യെസ് സർ. ഇവൻ ആര്? സുരേഷ് ഗോപിയ? സാറേ, സാർ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത വെടിയുണ്ടകളാണെന്ന് തോന്നുന്നു. അയ്യോ, വരുൺ പ്രഭാകർ. എടാ, ഇത് തമിഴ്നാട് പോലീസ് നമ്മുടെ കസ്റ്റഡിയിലേക്ക് വിട്ടു തന്ന അസ്ഥികൂടമാണ്. ഇതടിച്ചു മാറ്റാൻ ചില അന്താരാഷ്ട്ര തീവ്രവാദികൾ ശ്രമിക്കും. നീ അതിങ്ങിതാ, ഞാൻ ഷെൽഫി വെച്ചേക്കാം.
ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ? ഈ ബോർഡും യൂണിഫോമും ഈ വയറും കണ്ടിട്ട് ഈ ചോദ്യം തന്നെ ചോദിക്കണം കേട്ടാ. ആട്ടെ, സാറിന് എന്താ വേണ്ടേ? ഐ വോണ്ട് ജസ്റ്റിസ്. പതുക്കെ സാറേ, ഒരു പഴയ കെട്ടിടമാ, 4 ലാത്തിയുടെ ബലത്തിൽ അത് പിടിച്ചു നിൽക്കുന്നത്. അയ്യോ 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 സാറേ, ഞാനൊരു ഫ്ലോക്ക് പറഞ്ഞതാ, സാർ ഇംഗ്ലീഷ് പറഞ്ഞ. അയ്യോ അയ്യോ. എന്താ സാറിന്റെ വിഷമം? ഈ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ്. ഇതാണോ സാറിന്റെ വിഷമം? എന്തൊരു പൊങ്ങച്ച മണീശ്വര. എന്റെ മോള് ഏതോ ഒരു അലരാതിയുടെ കൂടെ ഒളിച്ചോടിപ്പോയേ. അയ്യോ, നാട്ടുകാരി കാര്യം പറഞ്ഞ എനിക്ക് ക്ഷീണമാണ്. അത്രയുള്ളോ? അതെ സാറേ, നാട്ടുകാരറിഞ്ഞാൽ ഇത് കഴിച്ചാൽ മതി, ഒരു ക്ഷീണവും ഉണ്ടാവില്ല. ഇതെന്താ? ഗ്ലൂക്കോസ് പൊടി. ഒന്ന് പോടാ. ആട്ടെ, സാറിന്റെ മോളെ എപ്പോഴും ഒളിച്ചോടിയേ? ദേ ഇപ്പോ കത്തെഴുതി വെച്ചിട്ട് അവള് പോയി, ഏതോ ഒരുത്തന്റെ കൂടെ. സാറിന് എന്തെങ്കിലും സംശയം? ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ പറ പറ പറ. നമ്മളൊരു കല്ലെടുത്ത് കുളത്തിലെറിഞ്ഞ അത് മുങ്ങിപ്പോയില്ലേ? അത് ഭാരം കൊണ്ടല്ലേ? ഓ, അപ്പൊ പിന്നെ ഇത്രയും വലിയ കപ്പൽ എങ്ങനെയാ മുങ്ങാതെ പൊങ്ങിക്കിടക്കുന്നേ? അത് ശരിയാണല്ലോ, ഇത്രയും വലിയ കപ്പൽ എങ്ങനെ മുങ്ങാതെ? സാറേ, ഈ സംശയമല്ല, മോളുടെ ഒളിച്ചോട്ടത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം? മോള് വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ പോയതല്ലേ? അതെ, അതെങ്ങനെ മനസ്സിലായി? ഇതുപോലൊരു മണ്ടനെ പറ്റിക്കാൻ വലിയ പ്ലാനിങ്ങിന്റെ ആവശ്യമൊന്നും വേണ്ടല്ലോ സാറേ. ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും വലിയ കാര്യമല്ല. നിങ്ങൾ മകളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്ക്, എട്ടെങ്ങ് നടത്തി കൊടുക്ക്. കേസിനൊന്നും പോകണ്ട, നാണക്കേടാ. ഹലോ വാവേ, ഞാൻ നിന്റെ അച്ഛന് ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്, ഓൾമോസ്റ്റ് സമ്മതിച്ചിട്ടുണ്ട്, എല്ലാം ഓക്കെ. താൻ പറഞ്ഞത് കറക്റ്റാ, കേസിനൊന്നും പോകുന്നില്ല. അവനെ എന്റെ കൺമുന്നിൽ എത്തിച്ചെന്നാ മതി. എത്തിച്ചാൽ കോടതിയും പോലീസും ഒക്കെ എനിക്ക് പുല്ലാണ്. അവന്റെ കഥ ഞാൻ തീർക്കും. താൻ എന്തിനാ ഞാനാണെന്ന് പറയുന്നത്? ഒരു നിമിഷം ഞാൻ ആ ഹതഭാഗ്യന്റെ കാര്യമോർത്ത് പോയതാ. എടാ ബെന്നി, ഇവിടാരടാ പടക്കം പൊട്ടിച്ച്? നിനക്കറിയില്ലേ കെട്ടിടത്തിന്റെ ഉറപ്പിനെ പറ്റി? തീവ്രവാദി. തോക്ക് താഴെ ഇടറോ. സാറേ പൊട്ടിക്കല്ലേ, വെറൊരു മണ്ടൻ കോടീശ്വരനാ. അവനോട് തോക്ക് താഴെ ഇടാൻ പറ. സാറേ വെക്കല്ലേ, വെച്ചാൽ 1 വർഷത്തേക്ക് മംഗളകർമ്മം ഒന്നും നടത്താൻ പറ്റില്ല. അതിന് ഇതിനകത്ത് ഉണ്ടൊന്നുമില്ല, ഞാൻ കിളവനെ ഡീൽ ചെയ്യും. ഓക്കെ സാർ. സാർ ഒന്ന് അടങ്ങ്, നമുക്ക് കേസ് അന്വേഷിക്കണ്ടേ. വാ, ഞാൻ ആ ജീപ്പ് എടുക്കാം, സാറൊന്ന് 10 മടക്ക് പ്ലീസ്. ശരി. ജീപ്പ് വേണ്ട, നിന്ന് പോകാൻ സൗകര്യമുള്ള ഏതെങ്കിലും ഒരു വണ്ടി മതി. അയ്യോ, സാർ ഒറ്റ വെടിയല്ലേ വെച്ചുള്ളൂ, ഇതിൽ 4 തുളയുണ്ടല്ലോ. മനസ്സിലായി, പുറമെ കോടീശ്വരനാണെങ്കിലും ഉള്ളിൽ വളരെ സിമ്പിൾ ആണല്ലേ. സാർ, നിന്ന് പോകാനാണെങ്കിൽ 4:30ക്കുള്ള KSRTC ഇപ്പൊ വരും. ഓ, മല പോലെ വന്നത് എലി പോലെ പോയി. അതല്ല, പണി പറ്റിച്ചല്ലേ. എന്താ നിന്റെ വാവയുടെ ശരിക്കുള്ള പേര്? സാറേ, കറുത്ത കൂട്ടിയിട്ട് കുറെ വക്കീലന്മാർ വരുന്നു. നീ വക്കീലന്മാരെ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ പോലീസുകാരായിട്ട് വരാം. സാറേ, നമ്മൾ തന്നെ പോലീസ്.
എന്താ മോനെ, വയറ് വേദനിക്കുന്നുണ്ടോ? അല്ല ബജരംഗി ബാജൻ, അങ്ങ് എന്റെ കാലയിലാണ് ചവിട്ടി നിൽക്കുന്നത്. സോറി അയ്യോ. എന്നോടാണോ മോനെ? സോറി ബൈജാൻ. മിസ്റ്റർ ജോർജ്, നിങ്ങളുടെ കസ്റ്റഡിയിൽ ഞങ്ങൾക്ക് വേണ്ട ഒരു പെട്ടിയുണ്ട്. A precious cargo that belongs to us and only us. The most powerful crime syndicate, the God Nexus. Our Baijan, our Lucifer. If he has laid his eyes on that box, then it belonged to him and him only. മതിയടാ, നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നേ? നീ കൂടുതൽ ഇംഗ്ലീഷ് പറഞ്ഞ ഞങ്ങൾ ഉറക്കൊരു ഇംഗ്ലീഷുകാരനെ, അതും അങ്ങ് തിരുവനന്തപുരത്തുനിന്ന്, പേര് ശശി. നിനക്കൊക്കെ ഈ പെട്ടി കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? അത് ഞങ്ങൾ ഇല്ലുമിനാണ്ടികൾക്ക്. സോറി ബൈജാൻ, ഞങ്ങൾ ഇല്ലുമിനാറ്റിക്കാർക്ക് മാത്രം അറിയാവുന്ന ഒരു അതീവ രഹസ്യമാണ്. അയ്യോ, ഫ്രൂട്ട് നിഞ്ച. എന്നാ പിന്നെ അതൊന്ന് കാണണം. വെറുതെ ഞങ്ങളോട് കളിക്കാൻ നിൽക്കരുത്. ഞങ്ങൾ അറിയാത്തോണ്ടാണ്. ഇബ്ലീസ്, ഇല്ലുമിനാണ്ടി, മഹിരാവണൻ. എടോ പേട്ട് കോൺസ്റ്റബിളെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. സാറേ, അവന്മാരുടെ പള്ളക്ക് നോക്കി വെക്കുവടി. എടാ, ഇതിനകത്ത് ഉണ്ടയില്ല. ഞാൻ വെക്കും. അയ്യോ സാറേ, ഹാപ്പി ബർത്ത്ഡേ. എടാ ബെന്നി കഴിവറി ചാകല്ലേടാ. സാറേ, ഞാൻ ഓക്കെയാണ്, എനിക്കൊന്നും പറ്റിയില്ല. എടാ നീ എങ്ങനെ? സാറേ, ഉണ്ട പത്രത്തിലാ തട്ടിയത്. ദേ നോക്ക്. നീ പത്രം എന്തിനാ ഷർട്ടിനുള്ളിൽ തിരികെ വെച്ചത്? സാറിന് തന്ന ജേഡിയില്ലേ, ആ അത് ഈ കൃപാസനം പത്രത്തിൽ പൊതിഞ്ഞു വെച്ച ജവാനായിരുന്നു. മോനെ, ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ? നീ ഇപ്പം ആ പെട്ടി തന്നാൽ നമുക്ക് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാം. ഇന്നാ വക്കീൽ സാറേ, നിങ്ങൾ ആവശ്യപ്പെട്ട പെട്ടി. ഇതെന്താ മോനെ, ലബൂബുവോ? ഒന്ന് മാറി നിൽക്ക് ബൈജാൻ. ഇതിലെല്ലാം ഇവിടെ. പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇതിന് കല്ലെന്നാണോ പറയുന്നത്? ആ കറുത്ത കണ്ണട മാറ്റി ഒന്ന് നോക്കടാ. എടോ ആന്റണി തൃപ്പൂണിത്തറേ, തന്നോട് കുറച്ച് എല്ലാം സംഘടിപ്പിക്കാൻ പറഞ്ഞപ്പോ താൻ എന്തുവാ പറഞ്ഞേ? ഇവിടെ ഒരു സ്റ്റേഷൻ ഉണ്ട്, അവിടെ ഒരു പെട്ടിയുണ്ട്, അതിൽ നിന്ന് എത്ര എല്ല് വേണമെങ്കിലും എടുക്കാന്നല്ലേ? എടോ എനിക്ക് മരത്തിലും തൂണിലും ഒട്ടിച്ചു വെക്കാനുള്ള എല്ലാടോ വേണ്ടത്? ഈ പണം ഉണ്ടാക്കുന്നതിന്റെ പാട് എനിക്ക് അറിയും. ആ അതെ, ബായിജാനും കുറ്റിയും പറിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഓ, ഹെലികോപ്റ്ററിൽ. എന്തോ നാ നോക്കി നിൽക്കുന്നേ, വാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ എന്തോന്നാ ബൈജാൻ, അവിടെ ഊബർ ഹെലികോപ്റ്റർ വെയിറ്റിംഗ് ചാർജ് ഇട്ട് തുടങ്ങി. ഏത് നേരത്താണോ ഈ പടം പിടിക്കാൻ തോന്നിയത്? അവന്മാരങ്ങനെ പോയി. ആ, നീ ഈ പെട്ടി എടുത്ത് സേഫായിട്ട് ഷെൽഫിൽ പോയി. ഇതിലെന്തോ ഒരു കുറവുണ്ടല്ലോ. എടാ ബെന്നി, ഇതിൽ ആദ്യമായിട്ട് തലയൂട്ടി 2 എല്ലും മാത്രമേ ഉള്ളൂ, ബാക്കി എവിടെ? അയ്യോ സാറേ, എല്ലാം ഇവിടെ തന്നെ കാണേണ്ടതാണല്ലോ. എടാ ബെന്നി, എല്ലില്ലെങ്കിൽ എനിക്ക് സസ്പെൻഷനും നിനക്ക് ഡിസ്മിസലുവാ. സത്യം പറയടാ, നീ എടുത്ത ഇല്ലുമിനാണ്ടിക്കാർക്ക് കൊടുത്തോ? സാറേ, ഞാൻ മനസ്സാ വാച കർമുറ അറിയാത്ത കാര്യമാണ് സാറേ. അതെ സാറന്മാരെ, നിങ്ങളുടെ ഫുഡൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്, എടുക്കാറാവുമ്പോ പറഞ്ഞാൽ മതി. ആ പിന്നെ
അടുത്ത തവണ എല്ല് വാങ്ങുമ്പോ കട്ട് ചെയ്ത് വാങ്ങണം കേട്ടോ. എല്ലോ? ആ, നിങ്ങളുടെ എല്ലും കപ്പയ്ക്കുമുള്ള എല്ലില്ലേ, ആമസോൺ പെട്ടിയിൽ നിന്ന് ഞാൻ എടുത്തത്. പിന്നെ കട്ട് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ശരി, ഹാപ്പി ബർത്ത്ഡേ സാറേ. வாழ்க்கை என்பதே அன்பினில் அன்பின் 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 அன்பினில் ஆசை புன்னகை மூஞ்சையில் மூஞ்சி 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 மூஞ்சையில் என்ன தூரலோ ഇമ്പ തൂറലോ. രവനി, ഈ ആ പോത്തിന്റെ എല്ലാം എവിടാ വെച്ചേ? ഫ്രിഡ്ജില്. നീ അതിന്ന് കുറച്ച് എല്ലെടുത്ത് ആ പത്രത്തിൽ പൊതിഞ്ഞ പെട്ടി പോയി. അല്ല, സാർ എങ്ങോട്ട് പോകുന്നു? ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊമ്പിട് കുറുങ്കുഴൽ കൊടേ തപ്പിട് തകിൽപ്പുറം കൊടേ നഗരതീരങ്ങളിൽ ലഹരിയിൽ കുതിരവി. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ.